ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഷീൻ ക്രിയേഷൻസ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ എപ്പിസോഡുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഇന്നത്തെ എൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് അടുക്കള വേസ്റ്റ് എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാമെന്നാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ മഴക്കാലത്ത് അടുക്കള വേസ്റ്റ് എല്ലാ വീട്ടമ്മമാരുടെ ഒരു പ്രധാന പ്രശ്നമാണ്. അപ്പം ആ ഒരു പ്രശ്നം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, അടുക്കള മാലിന്യം എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ കണ്ടൻറ്റ്. ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. അപ്പം നമ്മുടെ അടുക്കള വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യുന്ന കമ്പോസ്റ്റാണിത്. ഇതിലെങ്ങനെ ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഇന്ന് ഒരു ദിവസത്തെ ഒരു ദിവസത്തെ വേസ്റ്റാണിത്. ഇത് ഞാൻ ഇതിനകത്തേക്ക് ഇടാൻ പോവുകയാണ്. കുറേശ്ശെയായിട്ട് ഇങ്ങനെ നിരത്തിയിട്ട് കൊടുക്കണം. വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. ഫുള്ള് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് 2 സ്റ്റെപ്പും കൂടിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ചകിരിച്ചോറാണ് നമ്മൾ ഷോപ്പിൽ നിന്നെല്ലാം വളക്കടയിൽ നിന്നെല്ലാം വാങ്ങുന്ന പിന്നെ ചകിരിച്ചോറാണ്. ചെറിയ പൈസയുള്ളൂ, എനിക്ക് കിലോയ്ക്ക് എത്ര ചെറിയ 15-20 റേഞ്ചിലുള്ള റേറ്റ് ചെയ്യുള്ളൂ. അത് എന്ത് ചെയ്യണം, നമ്മൾ വേസ്റ്റ് ഇട്ടതിന് ശേഷം അതിൻ്റെ മേലേക്ക് ഇത് വിതറി കൊടുക്കണം. നമ്മുടെ വേസ്റ്റ് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ഈ ചകിരിച്ചോറ് അതിലിട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു ലിക്വിഡ് ഉണ്ട്, അത് നമ്മൾ ഈ നമ്മുടെ വളമെല്ലാം വാങ്ങാൻ കിട്ടുന്ന ഷോപ്പിൽ നിന്ന് കിട്ടുന്നതാണ്. കമ്പോസ്റ്റിന് ഒഴിക്കേണ്ട ലിക്വിഡ് എന്ന് പറഞ്ഞാൽ അവർ തരും. ലിക്വിഡ് നമുക്ക് ഒരു 250 ml ഇതിന് മേലെ കൂടെ താളിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ കമ്പോസ്റ്റ് നമുക്ക് മൂടി വെക്കാം. ഇത് ഒരു ദിവസത്തെ കമ്പോസ്റ്റാണ്, ഞാൻ വേസ്റ്റാണ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളത്. ഇനി നമ്മൾ ഇത് മൂടിയിട്ടതിന് ശേഷം ഇപ്പം മഴയായതുകൊണ്ട് വെള്ളം ഇതിനകത്ത് ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടി നമുക്കൊരു കവറിങ് കൊടുക്കാം. ഒരു കവർ വെച്ചിട്ട് ഞാനിത് അടച്ചിട്ടുണ്ട്, വെള്ളം ഉള്ളിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇന്നത്തെ വേസ്റ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്റ്റാർട്ടിങ് മുതൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഈ ഒരു കമ്പോസ്റ്റ് ടാങ്ക് നമുക്ക് ഒരു 3 മാസം വരെ യൂസ് ചെയ്യാനുണ്ടാവും. 3 മാസത്തിന് ശേഷം നമ്മൾ ആദ്യം ഉപയോഗിച്ച ടാങ്ക് അപ്പോഴത്തേക്കും ഉണ്ടായിരിക്കും നല്ലൊരു വളമായിട്ടുണ്ടാവും. നമ്മൾ ചാണകപ്പൊടിയെല്ലാം നല്ല പിടിയെന്ന് വാങ്ങുന്ന മറ്റേ വളം പോലെ നല്ലൊരു പൊടിഞ്ഞ് അതിൻ്റെ ഒരു സാമ്പിൾ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നല്ലൊരു വളമായിട്ടുണ്ടാവും. നമുക്ക് പച്ചക്കറിക്കെല്ലാം ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഒരു വളമാണിത്. പച്ചക്കറിക്കായാലും തെങ്ങിനും കമുങ്ങിനും ഏത് ഇതിനും എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു വളമായിട്ട് നമ്മുടെ ഈ അടുക്കള വേസ്റ്റ് മാറിയിട്ടുണ്ടാവും. കമ്പോസ്റ്റ് ആക്കിയ എൻ്റെ അടുക്കള മാലിന്യമാണ്. നോക്കാം എത്ര പൊടിയായിട്ടിതാ, നല്ല പൊടിയായി നല്ല വളമായിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം കുറച്ച് ഇട്ടിട്ട് അത് മാറ്റി വെച്ച കമ്പോസ്റ്റാണ് ഉണ്ടാവും. ഈ കമ്പോസ്റ്റ് നമുക്ക് കിട്ടുന്നത് പിന്നെ പഞ്ചായത്തിൽ നിന്നാണ്. പഞ്ചായത്ത് നമുക്കൊരു സമയത്ത് ഇപ്പം മാലിന്യ വിമുക്തെന്ന് പറഞ്ഞിട്ട് നമുക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ, അതായത് കമ്പോസ്റ്റിന് ഇതിന് വേണ്ടിയിട്ട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ 200 സംതിങ് റുപ്പീസാണ് നമ്മൾ ഇതിന് അടക്കേണ്ടി വരിക. അപ്പോൾ അപേക്ഷിച്ചൊരു കുറച്ച് ഡിലേ ആയിട്ടുണ്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കമ്പോസ്റ്റാണിത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വീട്ടിലേക്ക് ഇതുപോലത്തെ 2 കമ്പോസ്റ്റ് ടാങ്ക് നമുക്ക് കിട്ടുക. അപ്പോൾ എൻ്റെ ഒരു വട്ടം യൂസ് ചെയ്ത് അത് ഫുള്ളായി. നെക്സ്റ്റ് 2ാമത്തേലാണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഫസ്റ്റ് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ഇതിന് അടിയിൽ 2-3 ഹോൾ ഉണ്ടാവും. നമുക്ക് ഈ വെള്ളം താഴേക്ക് ഒളിച്ച് പോകാൻ വേണ്ടിയിട്ട് 2-3 ഹോൾ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിനകത്ത് കുറച്ച് പിന്നെ സീമക്കൊന്നേൻ്റെ ഇല ഇങ്ങനെ നികത്തി കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ മേലെ ഈ നമ്മൾ നേരത്തെ ഇട്ട ചകിരിപ്പൊടിയില്ലേ, അത് ഒരേ ഹൈറ്റിൽ എന്ത് ചെയ്യുക, നികത്തി ഇങ്ങനെ വെതറി കൊടുക്കുക. എന്നിട്ട് അടച്ച് ഒരു 3 ദിവസം എന്ത് ചെയ്യണം, റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരു 3 ദിവസം വരെ നമുക്ക് അതിൽ വേസ്റ്റ് ഇടാൻ പാടില്ല. എന്നിട്ട് 3 ദിവസത്തിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ വേസ്റ്റ് ഇടാം. എന്ത് വേസ്റ്റ് ഇടാം, നോൺ വെജ് വേസ്റ്റുകളും മീനിൻ്റെയോ ഇറച്ചിയോ അങ്ങനെയുള്ള എന്ത് വേസ്റ്റ് നമുക്ക് ഇതിനകത്ത് ഇടാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ 3 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ഓരോ ദിവസത്തെ അടുക്കള വേസ്റ്റ് ആയി ഇടുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ ചകിരിപ്പൊടി അതിൻ്റെ മേലെ ഇതേപോലെ ഞാനിപ്പോൾ കാണിച്ചു തന്ന പോലെ വെതറി കൊടുക്കുക. എന്നിട്ട് ഈ കമ്പോസ്റ്റ് ഒഴിക്കുന്ന ലിക്വിഡും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ മൂടി വെച്ചാൽ, അങ്ങനെ ഓരോ ദിവസത്തെയും നമുക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു ടാങ്ക് നമുക്കൊരു 3 മാസം മിനിമം ഉപയോഗിക്കാനുണ്ടാവും. അത്രയ്ക്ക് വലിയ കണ്ടിട്ടുണ്ടാവും, വലിയ ഉള്ളിൽ നല്ല വിസ്താരമുള്ള ടാങ്കാണ്. അപ്പോൾ ഒരു ടാങ്ക് തന്നെ നമുക്കൊരു 3 മാസം വരെ ഉപയോഗിക്കാനുണ്ടാവും. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഈ കമ്പോസ്റ്റ് കിട്ടിയിട്ട് ഏകദേശം ഒരു 3 മാസത്തിന് മേലെ ആയിട്ടുണ്ട്. ഇപ്പോഴും ഇത് കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് നമുക്ക് പ്രൈസ് കൊടുത്തു, അതായത് ഇത് ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് പൈസ കൊടുത്തിട്ട് വാങ്ങാൻ പറ്റും. അന്നേരം ചിലപ്പോൾ ഒരു 5000-ത്തിനടുത്ത് എമൗണ്ട് വരുന്നുണ്ട് ഇതിന്. പക്ഷേ എന്നാലും നമുക്ക് ആ 5000 കൊടുത്ത് വാങ്ങിയാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കമ്പോസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ അടുക്കള വേസ്റ്റിൻ്റെ ഇതിൽ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങണം എന്നാണ് ഞാൻ പറയുന്നത്.